നമസ്കാരം കുഞ്ഞുങ്ങളെ. 5ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ടോമി ഔർ മേം, ടോമിയും ഞാനും. ചിത്രത്തിലേക്ക് നോക്കുകയും ചിത്രത്തിൽ ഒരു പെൺകുട്ടി, സുന്ദരിയായ ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നു അല്ലേ. പെൺകുട്ടിക്ക് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? ലടുക്കി. ലടുക്കി പറയുകയാണ് മേം നീതു ഹും, ഞാൻ നീതു ആകുന്നു, ഐ ആം നീതു. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും അവരവരുടെ പേര് ഇതുപോലൊന്ന് എഴുതിയിടണേ കമൻറ്റ് ബോക്സിൽ. അവരവരുടെ പേര് നീതുവിൻ്റെ സ്ഥാനത്ത് കുട്ടികളുടെ പേരെഴുതി ഇടണം കേട്ടോ. ഹിന്ദിയിലോ ഇംഗ്ലീഷിലായാലും മതി. ഐ ആം നീതു എന്നുള്ള സ്ഥാനത്ത് ഐ ആം മക്കളുടെ പേര് ഓരോന്ന് എഴുതി ഇടുക കേട്ടോ. ഹിന്ദിയിലാണെങ്കിൽ വളരെ നല്ലത്. ഓക്കെ, അപ്പോൾ ആ പെൺകുട്ടി പറയുകയാണ് മേം നീതുഹും, ഞാൻ നീതുവാണ്. അപ്പോൾ അടുത്ത പേജിലേക്ക് നോക്കിയേ. ആ പെൺകുട്ടി ഇങ്ങനെ കിടന്നുറങ്ങുന്നു ഇല്ലേ, പുതച്ചു മൂടി കിടന്നുറങ്ങുകയാണ്. അപ്പോൾ എന്തോ സൗണ്ട് വരുന്നുണ്ട് ജനലിൽ കൂടെ അല്ലേ. ആ സൗണ്ട് കേട്ടപ്പോഴിങ്ങനെ നോക്കുകയാണ് എവിടെ നിന്നാണ് സൗണ്ട് വരുന്നതെന്ന്. അപ്പോൾ നോക്കിയേ, ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? വഹ് സർദിയോങ്കി രാത് ദി. അത്, വഹ് എന്ന് വെച്ചാൽ അത്, സർദിയോം, സർദി എന്ന് വെച്ചാൽ എന്താണ്? തണുപ്പ്. രാത്തെന്ന് വെച്ചാൽ എന്താണ്? രാത്രി. സർദിയോങ്കി രാത്ത്, തണുപ്പിൻ്റെ രാത്രി, തണുപ്പുള്ള രാത്രി. ധി, ധി എന്ന് വെച്ചാൽ എന്തായിരുന്നു? ആയിരുന്നു. അത് തണുപ്പുള്ള രാത്രി ആയിരുന്നു. താഴോട്ട് നോക്കിയേ. ആ കുട്ടി ഉണർന്ന് വന്ന് ജനലിൽ കൂടെ നോക്കിയപ്പോഴെന്താ കണ്ടത്? ഒരു പട്ടിക്കുട്ടി ഇരുന്ന് കരയുന്നു. ഇനി അടുത്ത പേജിലേക്ക് നോക്കിയേ. പെൺകുട്ടി എന്താ ചെയ്തത്? ഒരു ടോർച്ച് അടിച്ച് നോക്കിയപ്പോഴേ എന്താ കണ്ടത്? ഒരു പട്ടിക്കുട്ടി അവിടെ കിടക്കുന്നു അല്ലേ. അവൾ അതിനെ എന്ത് ചെയ്തു? അവൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലേ. പെൺകുട്ടിക്ക് അതിനെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടത്തില്ലേ? നമുക്കിതുപോലെ കുഞ്ഞ് പട്ടികളെ പൂച്ചയെ കാണുമ്പോൾ എന്തൊരു ഇഷ്ടമാണ് അല്ലേ. അപ്പം അതുപോലെ പെറ്റ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. എല്ലാവരുടെയും വീട്ടിൽ പെറ്റ്സൊക്കെ ഉണ്ടോ? അപ്പം നോക്കിയേ, നീതു എന്താ ചെയ്തതെന്ന് നോക്കിയേ. ആ പെറ്റിനെ എന്തെടുത്തു? ആ പപ്പിയെ ഒരു കൊട്ടയിലാക്കി. എന്നിട്ട് അതിന് കുടിക്കാനൊരു കുഴിയെല്ലെന്തോ വെച്ചിട്ടുണ്ട് ഇല്ലേ. അവളുടെ കയ്യിലെന്തായിരിക്കുന്നത് നോക്കിയേ. എന്തോ കഴിക്കാൻ കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ പട്ടിക്കുട്ടി ഇങ്ങനെ അത് കഴിക്കാനായിട്ട് ഇങ്ങനെ വാ തുറക്കുന്നു. ചിത്രത്തിൽ അതാണ് നമ്മൾ കണ്ടത് അല്ലേ. ഇനി അടുത്ത പേജിലേക്ക് നോക്കിയേ. അവൾ കിടന്നുറങ്ങുകയാണ്. കൂടെ പട്ടിക്കുട്ടിയെ ഇങ്ങനെ സുഖമായിട്ട് കിടത്തിയിരിക്കുകയാണ് അല്ലേ. ഇനി എന്താണ് താഴെ എഴുതിയേക്കെന്ന് നോക്കിയേ. ഉസേ, അതിന്, ചായ, ചായ മീൻസ് ടീ, കേ സാത്ത്, കൂടെ, അതിന് ചായയുടെ കൂടെ, ബിസ്കുറ്റ് ഖാന ബഹുത്ത് പസന്ത് ഥ. അപ്പോൾ താഴത്തെ പിക്ചറിൽ നോക്കിയേ. അവളെന്താണ് പട്ടിക്ക് കഴിക്കാൻ കൊടുക്കുന്നത്? എന്തോ കൊടുക്കുന്നുണ്ട് ഇല്ലേ. നമുക്ക് തോന്നുന്നു ബിസ്ക്കറ്റാണെന്നല്ലേ. അപ്പം ബിസ്ക്കറ്റിന് ഹിന്ദിയിൽ എന്ത് പറയും? ബിസ്കുറ്റ്. ബിസ്കുറ്റ് ഖാന, കഴിക്കുന്നത്, ബഹുത്ത്, വളരെ, പസന്ത്, ഇഷ്ടം, ധ, ആയിരുന്നു. അതിന് ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. ഇനി അടുത്ത പേജിലേക്ക് നോക്കിയേ. ഔർ മേരെ സാത്ത് ഖേൽന, പിന്നെ എന്തൊക്കെ ഇഷ്ടങ്ങളാണ് ഉണ്ടായിരുന്നത് പട്ടിക്കുട്ടിക്ക്? ഔർ മേരെ സാത്ത്, എൻ്റെ കൂടെ, ഖേൽന, കളിക്കുക, ടു പ്ലേ. പിന്നെന്താണ്? പങ്കേ കെ നീച്ചെ സോന, പങ്കേ എന്ന് വെച്ചാൽ എന്താണ്? ഫാൻ. കെ നീച്ചെ, താഴെ, സോന, ഉറങ്ങുക. ഫാനിൻ്റെ താഴെ ഉറങ്ങുന്നത് ഇഷ്ടമാണ്. എൻ്റെ കൂടെ കളിക്കുന്നത് ഇഷ്ടമാണ്. അവർ കിതാബ് പഠിന, കണ്ടോ നമ്മുടെ നീതുവിൻ്റെ കിതാബ് എടുത്ത് വെച്ച് പഠിക്കുന്നത് കണ്ടോ. അതെല്ലാം പല പല പീസസ് ആക്കി കളിക്കുക അല്ലേ. ഇനി അടുത്ത പേജിൽ നോക്കിയേ. പെൺകുട്ടി സ്കൂളിൽ പോവും അല്ലേ. നീതു പഠിക്കാനായിട്ട് സ്കൂളിലേക്ക് പോവുകയാണ് രാവിലെ. അപ്പോൾ അവിടെ എന്താ എഴുതിയേക്കുന്നത്? ഉസേ, അവന്, മേരാ ബാഹർ ജാന, ഞാൻ വെളിയിൽ പോകുന്നത്, ബിൽക്കുൽ, തികച്ചും, അച്ഛാ നഹി ലഗ്താ ഥാ, ഇഷ്ടമല്ലായിരുന്നു. കണ്ടോ, അവന് ഞാൻ പുറത്തു പോകുന്നത് ഇഷ്ടമല്ലായിരുന്നു. ഓരോ വാക്കുകളും മനസ്സിലാക്കി പഠിച്ചു പോകണം കേട്ടോ. അടുത്ത പേജ് നോക്കിയേ. ഹം ജബ് സാത്ത് ഹോത്തെ, ഹം, ഞങ്ങൾ, ജബ്, എപ്പോഴും, സാത്ത് ഹോത്തെ, സാത്ത് ഹോന, ഒരുമിച്ചിരിക്കുക അല്ലേ. തോ ബഹുത്ത് ഖുഷ് രഹത്തെ, അപ്പോഴെന്താണ്? അവന് ഭയങ്കര
ഹാപ്പിയാണ്. ഖുഷ് മീൻസ് എന്താണ്? ഹാപ്പി. ഇപ്പം ഞങ്ങൾ എപ്പോഴെങ്കിലും ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ അത് അവന് ഭയങ്കര ഇഷ്ടമാണ്. ചിത്രം നോക്കിയേ, ചിത്രത്തിൽ അവർ രണ്ടുപേരോട് ഒരുമിച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഈ പാഠഭാഗം. അപ്പോൾ ഈ പാഠത്തിൽ ഓരോരോ ചെറിയ ചെറിയ വാക്കുകൾ തന്നിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ മീനിങ് ഒക്കെ നല്ലതുപോലെ മനസ്സിലാക്കി, നമ്മൾ ഈ വർഷമല്ലേ പഠിക്കുന്നത് ഹിന്ദി, അപ്പം ചെറിയ ചെറിയ വാക്കുകൾ പഠിച്ച് പിന്നെ ഓരോ സെൻറ്റൻസുകൾ പഠിച്ച് നല്ലതുപോലെ പാഠത്തിൻ്റെ ആശയം മനസ്സിലാക്കണം കേട്ടോ. ഓരോ വരിയുടെയും അർത്ഥം മനസ്സിലാക്കുക, വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുക. പട്ടിക്കുട്ടിക്ക് എന്താണ് പറയുന്നത്, പെൺകുട്ടിക്ക് എന്താണ് പറയുന്നത് ഹിന്ദിയിൽ, ഇതൊക്കെ മനസ്സിലാക്കുക. അങ്ങനെ ഓരോ വാക്കുകൾ അങ്ങനെ മനസ്സിലാക്കി നമ്മൾ നല്ലതുപോലെ വായിക്കാൻ പഠിക്കണം. അപ്പം എല്ലാ കാര്യങ്ങളും ടീച്ചർ പഠിപ്പിച്ചത് മനസ്സിലായെന്ന് കരുതുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.